ഹായ്, ഹീലിംഗ് പവറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 8ാമത്തെ ദിവസമാണെന്ന് ഞാൻ കുറച്ചധികം ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കറിയാം, അത് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തിരക്കുകളിലായിരുന്നു. മാത്രമല്ല, എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ത്രോട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും കുറച്ച് വോയിസ് റെസ്റ്റ് ഇല്ലാത്ത കുറച്ച് ജോലികൾ, കണ്ടിന്യൂസ് ആയിട്ട് വോയിസ് റെസ്റ്റ് ഇല്ലാത്ത കുറച്ച് തിരക്കുകളിലായിരുന്നു കുറച്ച് ദിവസം. ക്ലിനിക് പ്രാക്ടീസിൻ്റെയും അതുപോലെ മറ്റ് ക്ലാസ്സുകളുടെയും യോഗ ക്ലാസ്സുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും കുറച്ച് തിരക്കുകൾ വന്നപ്പോൾ നന്നായിട്ട് വോയിസ് റെസ്റ്റ് വേണ്ടി വരുന്ന സാഹചര്യം വേണ്ടി വന്നു. പക്ഷേ വോയിസ് റെസ്റ്റ് ഒന്നും കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ അതുകൊണ്ടൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 1ാമത്തെ ലെസൺ മുതൽ ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന 8ാമത്തെ ദിവസമാണെന്ന് പറഞ്ഞു. 8ാമത്തെ ഡേയിൽ വേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദ മാജിക് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മാജിക് ഡസ്റ്റ്. ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നവരാണ്. 3 നേരം അല്ല, അതിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരൊക്കെയാണ് പലരും, അല്ലേ? നമുക്കറിയാം. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ, ഇതുവരെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് ആളുകളിൽ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ സക്സസ് സ്റ്റോറികൾ, നിങ്ങളുടെ അനുഭവങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. വെറുതെ വീഡിയോ കണ്ടു പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നന്നായിട്ട് ഇതിൽ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ തയ്യാറാവുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തയ്യാറാവുമ്പോൾ മുതൽ നമുക്ക് വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ലൈഫിൽ വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും അത് പറയുകയും ഡെയിലി നമുക്ക് കിട്ടിയിട്ടുള്ള നന്മകൾ, കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉറപ്പാണ്. കാരണം അത് സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കുണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുന്നത് വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ്. അത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷനായി തീരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ മാജിക് ഇൻഗ്രീഡിയൻറ്റ് അഥവാ മാജിക് ഡസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. റോണ്ട ബേൺ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം വിളമ്പി വെച്ച് കഴിക്കാനിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സാധാരണഗതിയിൽ വീടുകളിലും ഒക്കെ കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് തയ്യാറാവുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇന്ന് പലപ്പോഴും ഓരോ വ്യക്തികൾ ഓരോ സമയത്തൊക്കെയായിട്ട് കഴിക്കുന്നത്, അത് വേറെ കാര്യം. എന്നാലും ഒരു പരിധിവരെ ഒരുപാട് വീടുകളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഭക്ഷണം കഴിക്കുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ നമ്മൾ മറ്റു പല കാര്യങ്ങൾ ചർച്ച ചെയ്യും, മറ്റു പലരുടെയും കുറ്റങ്ങൾ ചർച്ച ചെയ്യും, അല്ലേ? അങ്ങനെ നമുക്ക് അതൊക്കെ ഒരു രസമാണ് എന്നുള്ള തരത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഇതുപോലെ നെഗറ്റീവ് കാര്യങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ചർച്ച ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ വെള്ളം കഴിക്കാനിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ വളരെ സമ്പന്നതയിലാണ് കഴിയുന്നത്. നമുക്ക് 3 നേരത്തിനും 4 നേരവും 5 നേരവും സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഭക്ഷണം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ സൊമാലിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിലും അല്ലെങ്കിൽ വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ലോകത്തുണ്ടെന്നുള്ളതാണ്. അതുപോലെ പട്ടിണി മൂലം മരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ലോകത്തിൽ നിന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സൊമാലിയൻ കുട്ടികളെയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഇമേജൊക്കെ കണ്ടിട്ട് വളരെ മെലിഞ്ഞ് എല്ലും തോലിയുമായി നിൽക്കുന്ന കുട്ടികളെയൊക്കെ, വിരൂപമായി നിൽക്കുന്ന കുട്ടികളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലുള്ള അവരെ സംബന്ധിച്ച് നമ്മളിന്ന് അവരായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം സ്വർഗത്തിലാണ്, സമ്പന്നതയിലാണ് ജീവിക്കുന്നത്. സമൃദ്ധിയായിട്ട് ഭക്ഷണം കഴിക്കുകയും
അത് ഒരുപാട് ഭക്ഷണം നമ്മൾ കൊണ്ടുപോയി വേസ്റ്റാക്കി കളയൊക്കെ ചെയ്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കാരണം നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാതെയാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഇന്ന് ജീവിച്ചു വരുന്നത്. കാരണം ആ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ വിശപ്പിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. മറ്റു പല രാജ്യങ്ങളിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ പല സ്ഥലങ്ങളിലും ഞാനും പറഞ്ഞ് കേട്ടിട്ടുള്ള ചില മിലിറ്ററി ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ അനുഭവത്തിൽ നിന്ന് വായിച്ചും കേട്ടിട്ടും ഒക്കെയുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല രാജ്യങ്ങളിലും ഈ മിലിറ്ററി ക്യാമ്പിൽ നിന്നൊക്കെയാണ് ഇതുപോലുള്ള കുട്ടികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. അതൊരു ബ്രെഡൊക്കെ ആയിരിക്കാം, ഒരുപക്ഷെ ഒരു വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അത് ഒരു സ്ലൈസ്, അത് ഒരു പീസൊക്കെ ആയിരിക്കാം ഒരു കുട്ടിക്ക് കിട്ടുന്നത്. ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3-4 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആയിരിക്കാം ഒരു പക്ഷേ അവർക്ക് ആ കുട്ടിക്ക് രണ്ടാമത്തെ ഒരു പീസ് കിട്ടാനുള്ള ഒരു ടേൺ ആവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും വളരെ പ്രയാസത്തിലാണ് കഴിയുന്നത്. അല്ലെങ്കിൽ അവിടെയുള്ള അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഈ മണ്ണൊക്കെ അരിച്ചെടുത്ത് വളരെ നൈസായിട്ടുള്ള പൊടിയായിട്ട് എടുത്തിട്ടുള്ള മണ്ണ് കുഴച്ച് ഉണ്ട പോലെ ആക്കിയിട്ട് ഭക്ഷണമാക്കി കഴിക്കുന്ന സ്ഥലങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം ഒരു ഭയാനകമായിട്ടുള്ള ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര സമൃദ്ധിയിലാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിത് കേൾക്കുന്നവരൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ സമ്പന്നതയിൽ കഴിയുന്ന മനുഷ്യരായി നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ ഭക്ഷണത്തെ നന്ദിയോടെ ഓർത്തിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. നമ്മൾ പ്രപഞ്ചശക്തിക്ക്, യൂണിവേഴ്സിന് നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ആ ഒരു ശീലം നമുക്ക് ഇതുവരെ ഇല്ലെങ്കിൽ നമ്മളതിന് ഇന്ന് മുതൽ തയ്യാറാവുകയും നന്ദി പറയാൻ തുടങ്ങുകയും ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആണെങ്കിലും വെള്ളം കഴിക്കുമ്പോൾ നമുക്കറിയാം, വളരെ ദാഹിച്ച് വന്നുകൊണ്ട് നമുക്ക് അല്പം വെള്ളം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ആ ഒരു ശാന്തി, സുഖം അല്ലേ? ആ തീവ്രമായിട്ട് ദാഹിച്ച് തൊണ്ടയൊക്കെ വരണ്ട് വന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം, ഒരു തണുത്ത വെള്ളമൊക്കെ കിട്ടി കഴിക്കാനിരിക്കുമ്പോൾ കിട്ടും നമുക്കുള്ള ആ ഒരു സുഖം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ആ കഴിക്കുന്ന വെള്ളത്തിനും അതുപോലെ ഭക്ഷണത്തിനും നമ്മൾ നന്ദി പറഞ്ഞിട്ട്, പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് വലിയ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് തരും എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൽ റോണ്ടബൻ ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അദ്ദേഹം ചെയ്തു വന്നുകൊണ്ടിരുന്നൊരു കാര്യം, ഇപ്പോൾ നമുക്ക് ഭക്ഷണം ഇങ്ങനെ വിളമ്പി വെച്ചതിന് ശേഷം നമ്മുടെ മേശയിൽ, നമുക്കറിയാം, നമ്മൾ ഹോട്ടലിലും വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ സോൾട്ട് ഷെയ്ക്കർ അല്ലെങ്കിൽ പെപ്പർ ഷെയ്ക്കർ, ചെറിയൊരു കുപ്പിയിൽ ഉപ്പും അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാവും ഹോട്ടലുകളിൽ, കണ്ടിട്ടില്ലേ? നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇങ്ങനെ വെതറിയിടാം, ഇങ്ങനെ കുടഞ്ഞ് പൊടിയായിട്ട് ഇടാൻ സാധിക്കുന്ന ഒരു ഷെയ്ക്കറായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ അദ്ദേഹം ചെയ്ത് വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഷെയ്ക്കറിൽ ഗോൾഡൻ ഗ്ലിറ്റർ ഡസ്റ്റ്, മാജിക് ഡസ്റ്റ് ആണ് അതിൽ നിറച്ചിരിക്കുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട്, അതായത് നമുക്കറിയാം ഈ തിളങ്ങുന്ന പൊടി കണ്ടിട്ടില്ലേ നമ്മൾ ഗോൾഡ് കളറിലൊക്കെ, നമ്മൾ സ്റ്റേഷൻ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്, പല അലങ്കാര പണികൾക്കൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഗോൾഡൻ ഗ്ലിറ്റർ മാജിക് ഡസ്റ്റാണ് ഈ ഷെയ്ക്കറിനകത്ത് ഇരിക്കുന്നതെന്ന് സങ്കല്പിച്ചുകൊണ്ട്, അവിടെ ഇരിക്കുന്ന ഷെയ്ക്കറിൽ നിറച്ചും വെച്ചിരിക്കുന്ന ഇതാണ് സങ്കല്പിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ ഭക്ഷണത്തിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുകയും, അതിനുശേഷം ഈ ഡസ്റ്റർ, അതായത് ഈ ഷെയ്ക്കർ എടുത്തിട്ട് ഈ ഭക്ഷണത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുടഞ്ഞിടുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കും. ഗോൾഡൻ ഗ്ലിറ്റർ മാജിക് ഡസ്റ്റ്, ഈ ഗോൾഡ് കളറിലുള്ള മാജിക് പൗഡർ നമ്മളിങ്ങനെ വെതറിയിടുന്നതായിട്ട്, ഭക്ഷണത്തിൽ ഇങ്ങനെ വെതറിയിടുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കും. അപ്പോൾ ഈ പൊടി ഭക്ഷണത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും വീഴുമ്പോൾ ആ ഭക്ഷണം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടും ബ്ലസ് ചെയ്യപ്പെടുന്നതായിട്ടും അദ്ദേഹം സങ്കല്പിക്കുകയും ആ ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ട് മാറുന്നതായിട്ടും അദ്ദേഹം മനസ്സിൽ സങ്കല്പിക്കുകയും ചെയ്യും. അങ്ങനെ വളരെ പരിശുദ്ധമായ രീതിയിലേക്ക് മാറിയ ആ ഭക്ഷണം അദ്ദേഹം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭക്ഷണം വളരെ ഹെൽത്തിയറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് മാറുകയും അതിൻ്റെ ഒരു അനുഗ്രഹവും ഗുണങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സങ്കല്പം. അത് വലിയൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ചിന്തിച്ച് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒന്നായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറും. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് അതായി തീരും എന്നാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും
ഇത്തരത്തിൽ നമ്മളും ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദി പറയുകയും നമ്മളൊരു ഗോൾഡൻ ഗ്ലിറ്റർ പൗഡർ മാജിക് ഡസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് സങ്കല്പിക്കുകയും അതിങ്ങനെ വെതറിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ ആ ഭക്ഷണം മുഴുവൻ പരിശുദ്ധമായി മാറുകയും അതിനകത്തുള്ള നെഗറ്റീവ് എനർജിയെല്ലാം മാറിയിട്ട് അത് വളരെ അനുഗ്രഹപ്രദമായിട്ടും ഹെൽത്തിയറായിട്ടും മാറുകയും ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ റിസൾട്ടായിരിക്കും കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഇന്ന് മുതൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറുന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലർക്കും വണ്ണം കൂടുതലുണ്ട്, പലർക്കും വണ്ണം കുറവുണ്ട്. ഇതിനെ പരിഹരിക്കാനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാറുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറയാറുണ്ട്, പക്ഷേ ആരും അത് ശ്രദ്ധിക്കാറില്ല, അവർ കണ്ടു പോകാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഒരു കമൻ്റ് ഒരു പക്ഷേ ഒരാൾക്കത് കാണുമ്പോൾ അത് അവർക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുകയും അവർക്ക് ജീവിതത്തിലൊരു മാറ്റം വരുത്താനായിട്ട് അത് സഹായകരമാകാനും ഇതൊരു പക്ഷേ സഹായിക്കും നിങ്ങളുടെ ഒരു കമൻ്റ് എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെ ഇൻസ്പയർ ചെയ്യാനായിട്ടും ഒരാളുടെ ജീവിതത്തിലേക്ക് അത് പോസിറ്റീവായിട്ടുള്ളൊരു തിങ്കിങ്, ഒരു തോട്ട്, ഒരു ചിന്ത കൊണ്ടുവരാനും സഹായകരമായ രീതിയിലേക്ക് നിങ്ങളുടെ ഒരു കമൻറ്റ് മാറുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് 100 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് മുഖേന ഒരാൾക്കൊരു ഇൻസ്പിറേഷനോ പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കാനും സാധിച്ചെങ്കിൽ നിങ്ങൾക്കും മറ്റുള്ളവർ വഴിയായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള തോട്ട്സും പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങും പോസിറ്റീവായിട്ടുള്ള ഇൻസ്പിറേഷൻ കിട്ടാവുന്ന സാഹചര്യങ്ങൾ പ്രപഞ്ചശക്തി യൂണിവേഴ്സ് നിങ്ങളിലേക്കും തരും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു കമൻ്റൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ അതുമൂലം ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്കും ഒരുപാട് ആളുകൾ മുഖേന ഇത് നിങ്ങൾക്കും തിരിച്ചു കിട്ടും. നിങ്ങളും ഇൻസ്പിറേഷൻ കിട്ടാവുന്ന ഒരു സമയത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ആൻസറായിട്ടോ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പേര് സപ്പോർട്ടീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്താനായിട്ടും ഇത് സഹായകരമാവുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് നന്മയിലൂടെ മാത്രം ചിന്തിക്കുക. എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും നന്മ ഉണ്ടാവണം എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുള്ളൂ എന്നുള്ളതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങളെല്ലാവരെയും പ്രപഞ്ചശക്തി ഏറ്റവും സമൃദ്ധിയായിട്ട് എല്ലാവിധ സമാധാനവും സന്തോഷമൊക്കെ സമൃദ്ധിയായിട്ട് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ബ്ലെസ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.